ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. സോഷ്യൽ സയൻസ് 6ാമത്തെ പാഠം ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ക്രിസ്റ്റഫർ കൊളംബസ് 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിൽ ജനിച്ചു. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തി. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയാവുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിൻ്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയിൽ സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയുണ്ടായി. ഫെർഡിനാൻഡ് മെഗല്ലൻ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയവർ അവിടുത്തെ മക്ടാൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിലേർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. കപ്പലിൽ ബാക്കിയായവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. വിശദമായ ഭൂപടങ്ങളോ വഴി അറിയാനുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ഏകദേശം 3 വർഷം വേണ്ടി വന്നു. ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറയിൽ ജനിച്ചു. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പല വിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 30 മുംബൈയിൽ തിരിച്ചെത്തി. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴിതെറ്റാതെ ഏകദേശം അദ്ദേഹം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റുവരാൻ അദ്ദേഹത്തിനായത്. ഒരു മെസൊപ്പൊട്ടേമിയൻ ഭൂപടമാണത്. കളിമൺ ഫലകത്തിലാണ് ഭൂപടം വരച്ചിരിക്കുന്നത്. ഇത് അനക്സിമാൻഡർ വരച്ചെന്ന് കരുതുന്ന ലോക ഭൂപട മാതൃകയാണ്. അനക്സിമാൻഡർ. ഇത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടമാണ്. ഹിപ്പാർക്കസ്. ടോളമി നിർമ്മിച്ച ലോക ഭൂപടം ഇതാണ്. ഇത് മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടം. ഇത് ഓർട്ടിലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടം. മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടേമിയൻ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്നുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും വെങ്കല ഫലകത്തിലുമാണ് തയ്യാറാക്കിയിരുന്നത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഇറാത്തോസ്തനിസിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകരമായി. കൊളംബസ്, മെഗല്ലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിച്ചു. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്ററും ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ എബ്രഹാം ഓർട്ടേലിയസും ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ്. 2 പേരുകൾ ഓർത്തിരിക്കുക. മെർക്കാറ്റർ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ്. എബ്രഹാം ഓർട്ടേലിയസ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് വെച്ച് അറ്റ്ലസ് തയ്യാറാക്കി. ആദ്യ ഭൂപടം വരച്ചത് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. BC 610 ഏഷ്യ മൈനറിലെ മിലൈറ്റസിലാണ് അദ്ദേഹം ജനിച്ചത്.
ആധുനിക ഭൂപടശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും മറ്റും സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാന ദൃശ്യങ്ങൾ ഇവയെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലേക്ക് ഇന്ന് ഭൂപട നിർമ്മാണം വളർന്നിരിക്കുന്നു. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി. ഭൂപടശാസ്ത്രം എന്ന് പറയുന്നതാണ് കാർട്ടോഗ്രഫി. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ട എന്നതിന് ഭൂപടം അഥവാ മാപ്പ് എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക, അതിൽ ഡ്രോവിംഗ് എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെയാണ് കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത് ഭൂപടശാസ്ത്രം തയ്യാറാക്കുന്നവരെയാണ്. രേഖാചിത്രവും പ്ലാനും, സ്കെച്ച് ആൻഡ് പ്ലാൻ. ഒരു ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങൾ ഇതെല്ലാമാണ്: തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക. തലക്കെട്ട്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന് ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കും. ഭൂപടങ്ങളുടെ തോതുകൾ പലവിധം. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 വിധത്തിൽ ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താം. പ്രസ്താവന രീതി ഉദാഹരണമാണ് 1 സെൻറ്റിമീറ്ററിന് 10 കിലോമീറ്റർ. ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തിയാൽ അത് യഥാർത്ഥത്തിൽ 10 കിലോമീറ്റർ ആയിരിക്കും. ഭിന്നക രീതി ഉദാഹരണം 1:10 ലക്ഷം. അത് 1 എന്ന് സൂചിപ്പിക്കുന്നത് 10 ലക്ഷത്തിനെയാണ്. രേഖാരീതി, ഇതാണ് രേഖാരീതി. ഈ ചിത്രം ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതായിരിക്കും. നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ഒരു ഭാഗമാണിത്. ഏറ്റവും മുകളിൽ വടക്ക്, താഴെ തെക്ക്, സൗത്ത് അഥവാ തെക്ക്. ഇവിടെ വടക്ക് അഥവാ നോർത്ത്. ഇവിടെ കിഴക്ക്, ഈസ്റ്റ്. ഇവിടെ പടിഞ്ഞാറ്, വെസ്റ്റ്. NESW. പിന്നെ വടക്കും കിഴക്കിൻ്റെ ഇടയ്ക്ക് വടക്ക് കിഴക്ക്, തെക്കിൻ്റെയും കിഴക്കിൻ്റെ ഇടയ്ക്ക് തെക്ക് കിഴക്ക്, തെക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെ ഇടയ്ക്ക് തെക്ക് പടിഞ്ഞാറ്, വടക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെ ഇടയ്ക്ക് വടക്ക് പടിഞ്ഞാറ്. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഇവ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബിൻ്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇത് 0 ഡിഗ്രി അക്ഷാംശമാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തരധ്രുവമെന്നും 90 ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ ദക്ഷിണധ്രുവമെന്നും വിളിക്കുന്നു. ഇതാണ് ഉത്തരധ്രുവം, ഇവിടെ ദക്ഷിണധ്രുവം. രേഖാംശരേഖ, ഇത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശരേഖകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഇതെല്ലാം അക്ഷാംശരേഖകളാണ്. ഇങ്ങനെ വരുന്നത് രേഖാംശരേഖയും. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. അക്ഷാംശരേഖകൾ ലംബമായി ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ കണ്ടിട്ടില്ലേ? ഇവയെ രേഖാംശരേഖകളെന്ന് വിളിക്കുന്നു. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക അഥവാ ഇൻഡെക്സ് ഓർ കീ. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. ഈ സൂചിക ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. സംഗ്രഹം നോക്കാം. ആധുനിക യുഗത്തിൽ ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വിവിധങ്ങളായ ഭൂപടങ്ങൾ നിരവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ഭൂപട നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗതി പ്രാപിച്ചത്. ഭൂപടങ്ങളുടെ ചരിത്രം മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ്. ഭൂപടങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖാംശ രേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ. Subscribe for more videos.
To get instant notification for new videos, click on the bell icon.